പലതരത്തിലുള്ള ചിക്കൻ കറികളും നമ്മൾ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 1/4 കപ്പ് തൈരും 1 ടീസ്പൂണ് സോയാ സോസും 1 ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസ് ആയാലും മതി കേട്ടോ. പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ഒരു തക്കാളി മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പൊരിച്ച ഉള്ളിയാണ് കേട്ടോ. ഞാനൊരു 2 സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയിലൊക്കെ എല്ലാ ഭാഗത്തും ഈ ഒരു സവാളയും മസാലയൊക്കെ എല്ലാ ഭാഗത്തും ചിക്കനിൽ എത്തുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. ചിക്കൻ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചിക്കനിൽ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് ആ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കുള്ളൂ കേട്ടോ. ചിക്കന് ടേസ്റ്റ് കൂടാനാണ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 അണ്ടിപ്പരിപ്പ് ആണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോക്കൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല. വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടില്ലേ? നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് നമ്മൾ മസാലയിൽ ചേർത്തില്ലേ ഉള്ളി, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും നെയ്ച്ചോറിലേക്കും ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്